വടകറി കഴിച്ച് നോക്കിയിട്ടുണ്ടോ? ചെന്നൈയിൽ സൈതാപ്പേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ ഹോട്ടലാണ് കേട്ടോ ആദ്യമായിട്ട് ഈ വടകറി ഉണ്ടാക്കിയത്. ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ മിക്കവാറും എല്ലാ ഹോട്ടലുകളിലും ഈ വടകറി കിട്ടും. ഇത് വെങ്കടേഷ് ഭട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു ഗ്ലാസ് കടലപ്പരിപ്പ്, ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂർ നേരം കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 2 കരയാമ്പൂ. എണ്ണയൊന്നും ഒഴിക്കേണ്ട, ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളി, ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി. അപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് മുമ്പിലേക്ക് നിൽക്കേണ്ടത് കേട്ടോ, അതുകൊണ്ട് വെളുത്തുള്ളി കൂടുതൽ ചേർക്കുക. പിന്നെ പച്ചമുളക്, അപ്പോൾ ഞാൻ എരിവുള്ള പച്ചമുളകായ കാരണം ഒരെണ്ണേ ചേർക്കണുള്ളൂ കേട്ടോ. ഒന്ന് വഴറ്റിയതിന് ശേഷം 2 ഉണക്കമുളക്, 1 ടീസ്പൂൺ കശകശ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ പൊട്ടുകടല. ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ എണ്ണയൊന്നും ചേർക്കണ്ട, ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് പുതിനയില, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ആ ചൂടിൽ തന്നെ ഇരുന്ന് തേങ്ങയിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതി. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. കടലപ്പരിപ്പ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്, ഇതിനിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലിനി വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് നൈസായിട്ട് അരയ്ക്കേണ്ട, കുറച്ച് തരുതരുന്നനെ അരച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ചേർക്കാണ്ട് തരുതരുന്നനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഒരുപാട് മൊരിക്കരുത് കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ കുറേ ചെറിയ ചെറിയ ബോൾസായിട്ട് ഇടുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടുമ്പോഴേക്കും ഒന്ന് മൊരിഞ്ഞ് കിട്ടും, അത്രയും മതി. അതേപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി, നമുക്ക് എടുക്കാം. വട എല്ലാം വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഒരു പട്ട, ഒരു ഗ്രാമ്പൂ, ഒരു ഏലക്ക ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു സബോള ചെറുതായിട്ടായിരുന്നു ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സബോള നല്ല ബ്രൗൺ കളറാവണ വരെ വഴറ്റിയെടുക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ഫ്ലേവർ കിട്ടുള്ളൂ. ഇതേപോലെ നല്ലൊരു കളർ വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ടായിരുന്നു ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും കൂടെ തന്നെ ഉപ്പ് ചേർക്കണം കേട്ടോ, അപ്പോൾ വേഗം തന്നെ തക്കാളി വഴണ്ട് കിട്ടും. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, ഇത് നല്ല കളർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് തക്കാളി വെന്തുടഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല പഴുത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം കൂടെ വയ്ക്കാം. ഇപ്പോൾ അതാ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റിയിട്ട് തേങ്ങയിലെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയാൽ മതി, അപ്പോൾ വേഗം തന്നെ വഴണ്ട് കിട്ടും. നന്നായി വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ, കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ തിളയ്ക്കാനായിട്ട് വിടണം കേട്ടോ. 5 മിനിറ്റ് അങ്ങനെ തിളച്ച് കഴിയുമ്പോൾ ഗ്രേവി ഒന്ന് തിക്കാവും. ഒന്ന് തിക്കായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കണ വട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഗ്രേവി ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവണില്ലേ, കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആ വട ചേർത്ത് കൊടുക്കാം. വട ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് വലിയ പീസസൊക്കെ ആണെങ്കിൽ കൈ വെച്ചൊന്ന് പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ. വടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക്
കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. തീ ഓഫ് ചെയ്യാം. നമ്മുടെ വടകറി റെഡിയാണ് കേട്ടോ. വടകറി ചിലപ്പോൾ ചൂടാറി കഴിയുമ്പോൾ കുറച്ച് തിക്കാവും. അപ്പോൾ ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ശരിക്കും വെങ്കടേഷ് ഭട്ട് പറഞ്ഞു തന്ന അതേപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ശരിക്കും നല്ല ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കണം അതേ ടേസ്റ്റ് തന്നെയുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.